ഹലോ. അപ്പോൾ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ഹെൽത്തി വെർഷനായിട്ട് ഇവിടെ ജാഗരിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരിപ്പൊടി വെച്ച് എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ, 1 കപ്പ് അരിപ്പൊടി ഇടുക. അതുപോലെ തന്നെ 1 കപ്പ് ജാഗരി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി, ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഒരു 1/4 കപ്പും കൂടി തേങ്ങാപ്പാൽ ഒന്നും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പും കൂടി പാൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് മാക്സിമം ഒരു 2-2.5 കപ്പ് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു അടി അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായയുടെ സീഡ്സും അതുപോലെ തന്നെ ഒരു 1/4 കപ്പും കൂടി പാല് കഴുകിയെടുത്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതിന് ശേഷം ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സി ഒന്ന് അടിച്ചെടുത്ത് ആ വെള്ളം കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 2.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അത് പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് 2-4 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് നമ്മുടെ വെള്ളം ചൂടാവാൻ വയ്ക്കുക. അതുപോലെ തന്നെ അത് ഒഴിക്കാനുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തും വയ്ക്കുക. ഞാനിവിടെ ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷം എൻ്റെ അപ്പം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അധികം ഇളക്കരുത്, ജസ്റ്റ് ഒരു മിക്സ്, നമ്മുടെ ആ ബബിൾസ് ഒന്നും അധികം പൊട്ടിപ്പോവാൻ പാടില്ല. അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബബിള് ഒട്ടും പൊട്ടാതെ തന്നെ നമ്മുടെ ഗ്രീസ് ചെയ്ത പാത്രത്തിലോട്ട് അത് ഒഴിച്ചു കൊടുക്കണം. ഗ്രീസ് ചെയ്യുമ്പോൾ അത് നന്നായി ഗ്രീസ് ചെയ്യണേ, നന്നായിട്ട് ഓയിലിട്ട് തന്നെ ഗ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ വിട്ടുപോരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ ജാഗരി യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഷുഗറും കൺസിസ്റ്റൻസിയും ജാഗരിയുടെ കൺസിസ്റ്റൻസിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ ഷുഗർ ഇട്ട് ഉണ്ടാക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഹെൽത്തി വേയിൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അത് പറ്റും. അങ്ങനെയാണ് ഈ വട്ടയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് എനിക്ക് 3 വട്ടയപ്പം കിട്ടി കേട്ടോ. അതെൻ്റെ എയർ ബബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കളഞ്ഞു കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ആവി വന്ന പാത്രത്തിലോട്ട് നമ്മുടെ ഈ അപ്പത്തിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഒന്ന് ചെറുതായിട്ട് അതൊന്ന് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഡെക്കറേഷൻ ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ കറുത്ത റൈസിൻസാണ് യൂസ് ചെയ്യുന്നത്, ഉണക്കമുന്തിരി. അപ്പോൾ ഒരു ബ്രൗണിഷ് കളറിന് മാച്ചായിട്ട് എനിക്ക് ബ്ലാക്കാണ് തോന്നിയത്, അപ്പോൾ ഞാൻ ബ്ലാക്ക് റൈസിൻസ് യൂസ് ചെയ്തു. അത് ഇപ്പോൾ വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സിങ്കായിപ്പോവും. അപ്പോൾ ഈ ഒരു ടൈമാണ് ബെസ്റ്റ് ടൈം. അതിന് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മൂവ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇരുന്നോളും. അങ്ങനെ നമ്മുടെ ഒരു വട്ടയപ്പം ഹാഫ് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് വെച്ച് നോക്കുക. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തുമ്പോൾ ഇങ്ങനെ ക്ലീനായിട്ട് നമുക്ക് ടൂത്ത് പിക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് വെയിറ്റിംഗ് പീരീഡാണ്. എന്തോരം തണുത്തിട്ടാണ് നമ്മൾ പാത്രത്തിൽ നിന്ന് എടുക്കുന്നത് അത്രത്തോളം ഈസി ആയിട്ട് നമുക്കത് കിട്ടും, കട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ അടുപ്പത്തു നിന്ന് എടുത്തു, ഡിമോൾഡ് ചെയ്ത് എടുത്തു. മുന്തിരിയുടെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാരണം വീട്ടിൽ പിള്ളേരുണ്ട്, അവരതൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതാ നമ്മുടെ ജാഗരി വട്ടയപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.